ഞാൻ കീരിയും പാമ്പല്ല, ഞാൻ കോൺഗ്രസിന് വേണ്ടി അല്ല, ഈ പറയുന്ന ഇത് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റാണ്, അയാൾ രാപകലില്ലാതെ പ്രവർത്തിക്കുന്നു, അയാൾ ഇതാ ജലീല് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കും. അല്ല പറയുന്ന കളി അങ്ങനെ അല്ലെന്നൊരിടത്തും അങ്ങനെ എനിക്ക് ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ്. ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല, പരസ്പര സ്നേഹമില്ല, പരസ്പരം എങ്ങനെ കാലുവാരാമോ, എങ്ങനെ ബഹുജനങ്ങളെ. പക്ഷെ നമ്മുടെ മുഖം പുല്ലംപാറയിൽ വികൃതമാണ്. ഞാൻ ഈ പറയുന്ന വാചകം നീ കുറിച്ചു വെച്ചോ. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ഒരു വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു എന്ന് പറയും. കാരണം നമ്മുടെ മുഖം അവിടെ വികൃതമാണ്. ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല. പിന്നെ ഈ ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ഭിന്ന ഭിന്നമാക്കുകയാണ് സകല പ്രസിഡന്റ്. എനിക്ക് ജൗഫർ എന്നൊരു വ്യക്തിയോട് എതിരുള്ള മണ്ഡലം പ്രസിഡന്റോട് എനിക്കെതിരില്ല. ഇവൻ എന്തിനാ 4 സ്ഥാനം? ബഷീർ സാറിനെ 81 മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 77 SLCക്ക് പഠിക്കുന്ന കാലത്ത് തൊട്ട് എനിക്ക് സാറിന് അറിയാം. 77 സാറ് 40 സ്ഥാനമുള്ള ആളാണെന്ന് പല DCC പ്രസിഡന്റുമാരും KPC പ്രസിഡന്റും. എന്തിനാണ് സുധാകരന് MP സ്ഥാനം? എന്തിനാണ് സുധാകരന് നമ്മുടെ 40 സ്ഥാനമില്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞു എന്നാണ്? ഷംസുദ്ദീൻ എത്ര സ്ഥാനങ്ങളാ? രമണിക്ക് എത്ര സ്ഥാനങ്ങളാ? അതെ, നീ അങ്ങനെ പറ. ഇത് ഒരാളിന്റെ പേര് പറ. ആനക്കുഴി ഷാനവാസ് എത്ര സ്ഥാനങ്ങളാ? സത്യം. നിങ്ങൾ അവിടെ വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കൂ. സത്യം. അല്ലെ, ഞാൻ പറഞ്ഞതല്ലേ, എനിക്കൊരു വേദനയുണ്ട്. ജൗഫറിനോട് വ്യക്തിപരമായ എതിർപ്പുണ്ട്, പക്ഷെ മണ്ഡലം പ്രസിഡന്റിനോട് എതിരില്ല. അയാൾക്ക് കൂടെ നന്നാവണം. വ്യക്തിപരമായ എതിർപ്പാണ് നശിപ്പിക്കുന്നത്. നിങ്ങൾ കുഴിച്ചു മൂടുകയാണെന്ന്. ഇല്ല പ്രസിഡന്റ്, നിങ്ങൾക്ക് തമ്മിൽ ബന്ധമില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഇടിക്കും. അവന്റെ അവസരം കിട്ടുമ്പോഴെല്ലാം നിന്നെ ഇടിക്കും. ഇടിച്ച് താഴെ ഇട്ട് അവസാനം ഈ മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കുഴിച്ചു മൂടുന്നു. ഞാൻ കുഴിച്ചു മൂടൂല. ഞാൻ വരും. ഈ തേമ്പാമൂട് വാർഡിലുള്ള ഒരുത്തനാണ് ജൗഫർ. ആ കുടുംബസംഗമം നടത്തിയപ്പോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാനൊരു എങ്ങനെ നീ ഈ പാർട്ടി നന്നാക്കി? ഞാൻ തിരിച്ചുള്ള ചോദ്യം അതാണ്. ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം ഇതാണ്? യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ശരി, പ്രസിഡന്റ് പറയുന്നതൊക്കെ ഞാൻ യോജിക്കാം. പ്രസിഡന്റ് പറയണേ ഞാൻ പ്രവർത്തിക്കാം. നീ ഒരു 10-50 വർഷം അല്ലെങ്കിൽ 10-30 വർഷം സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ്. 36 കൊല്ലം. അതുപോലെ തന്നെയാണ്. അടിച്ച് തീർത്ത് നോക്കുമെങ്കിൽ കുഴി എടുത്തതിനെ കുഴിച്ചു മൂടണം. ഇല്ല, ഞാൻ പ്രസിഡന്റ് പറയണേ ഞാൻ വർക്ക് ചെയ്തിട്ട് തരാം. ഞാൻ എന്റെ വാർഡ് ഞാൻ നോക്കാം. അതുകൊണ്ട് വല്ല കാര്യമുണ്ടാ? നിന്റെ മണ്ഡലം പ്രസിഡന്റും നീയും തമ്മിൽ ഈ കീരിയും പാമ്പുമായി നിൽക്കുന്നിടത്തോളം കാലം പാമ്പൊന്നുമല്ല, എനിക്ക് സ്നേഹം തന്നെ അവന്റെ അടുത്ത്. വളരെ വികൃതമാണ്. ഞാൻ പുല്ലമ്പാറയുടെ സ്ഥിതി അങ്ങോട്ട് പറഞ്ഞുതരാം. നെല്ലനാടും വികൃതമായി, പുല്ലമ്പാറയും നിങ്ങൾക്ക് കിട്ടത്തില്ല. നെല്ലനാട് ഇത്തവണ ഞാൻ രമണിയിലൂടെ ഞാൻ അക്കമിട്ട് പറഞ്ഞു കൊടുത്തു. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് കുടുംബ സംഗമത്തിൽ പോലും അവരെ വിളിച്ചാ വരൂല. അത് സത്യമാണ്. വിളിച്ചാ വരുന്നതല്ല, അവരുടെ വാർഡിനകത്ത് BJPക്ക് വലിയ സ്വാധീനമായി ഉണ്ട്. 300 വാർഡ്. നെല്ലനാട് നമുക്ക് കിട്ടത്തില്ല, പുല്ലമ്പാറ നമുക്ക് കിട്ടത്തില്ല, വാമനപുരത്ത് ചെറിയ ഒരു അംശം നമുക്ക് തോന്നുന്നതല്ല, പനവൂര് നമുക്ക് കിട്ടത്തില്ല. ആ നാട് വളരെ അകലെയാണ്. നന്ദിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും. ഇതൊക്കെ അവരുടെ കൂടെ ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ അസംബ്ലി തിരിച്ചു വരും? ശരി, നാളെ മണ്ഡല കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗുണദോഷിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പറയാം. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ.